ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സാധനം മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക അല്ലെ. അതിനു വേണ്ടിയിട്ട് ഒരു സംഭവം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. അപ്പം ഓരോരോ കാര്യങ്ങളും ഉണ്ടാക്കുക അല്ലെ. നമ്മളെ കയ്യിലുള്ള ഒരുപാട് സാധനങ്ങൾ അല്ലെ. ഡ്രസ്സായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പേന, പെൻസിൽ, നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചേഴ്സ് എല്ലാം ഉണ്ടാക്കുകയാണ് അല്ലെ. സ്റ്റീൽ കൊണ്ടുള്ള പല സാധനങ്ങൾ, അലമാരകള് അല്ലെ, ഒരുപാട് സാധനങ്ങളില്ലേ. ഈവൻ നിങ്ങളുടെ കയ്യിലുള്ള സേഫ്റ്റി പിൻ അല്ലെ, നിങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പിന്ന് പോലും എന്ത് ചെയ്തെടുക്കുകയാണ്? ആ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുമാത്രമല്ല, നമ്മളുടെ ഡ്രസ്സ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും അത് കാർഷിക മേഖലയിൽ നിന്നും ഉണ്ടാക്കി വരുന്ന സാധനമല്ലേ അല്ലെ, കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലെ. അപ്പം ആ വക കാര്യങ്ങളാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓൺ ദ ഒക്കേഷൻ ഓഫ് ദിവാലി, ഫസ്റ്റ് തന്നെ ഒരു കഥയാണ് നിങ്ങളടുത്ത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു കഥ പറഞ്ഞു തരാണ്. ഓൺ ദ ഒക്കേഷൻ ഓഫ് ദിവാലി, ഹാരിഷ് went to a market with his parents. They purchased shoes and clothes for him. അപ്പം ഒരു ദിവാലിന്റെ ടൈമില് ഹാരിഷ് അദ്ദേഹത്തിന്റെ അവരുടെ പാരന്റ്സിന്റെ കൂടെ ഷൂസും ക്ലോത്ത്സ് ഒക്കെ വാങ്ങിച്ചു. His mother purchased utensils, sugar, tea and earthen lamps. അമ്മയാണെങ്കിൽ യൂട്ടൻസില്, ഷുഗർ അല്ലെ, ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള ബാക്കി കാര്യങ്ങൾ അല്ലെ, പഞ്ചസാര ആണെങ്കിലും യൂട്ടൻസിൽ ആണെങ്കിലും ടീ ആണെങ്കിലും പിന്നെ കുറച്ച് earthen lamps ഒക്കെ വാങ്ങിച്ചു. ഓക്കെ, അപ്പം ഹാരിഷിന് വേണ്ട സാധനങ്ങൾ ഹാരിഷും വാങ്ങിച്ചു, അമ്മയ്ക്ക് വേണ്ട സംഭവങ്ങൾ അമ്മയും വാങ്ങിച്ചു. ഹാരിഷ് observed that the shops in the market were flooded with items for sale. അപ്പം കുറേ സാധനങ്ങൾ അല്ലെ. ദിവാലി എന്ന് പറയുന്ന ഫെസ്റ്റീവ് സീസൺസ്, ഇപ്പൊ ഓണമാണ്, വിഷു ആണ്, ദിവാലി എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മൾ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും അല്ലെ. അപ്പം ഒരുപാട് കച്ചവടങ്ങൾ, നമ്മൾ പുതിയ ഡ്രസ്സസ് എടുക്കും അല്ലെ. അപ്പം ഒരുപാട് സാധനങ്ങൾ അല്ലെ, കുറേ ഓഫേഴ്സ് വരും അല്ലെ. നിങ്ങൾ കാണാറുണ്ട് അല്ലെ, പത്രത്തിലൊക്കെ കാണിക്കുക അല്ലെ. ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഇത്ര പൈസ കുറവ്, TV ഇത്ര പുതിയ സെറ്റ് TV വന്നിട്ടുണ്ട്, മൊബൈൽ ഫോണിൽ ഇത്ര റിഡക്ഷൻ, അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് എന്ത് കാണിക്കും? ഓഫറുകളൊക്കെ കാണിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് സെയിൽ നടക്കുന്ന സമയമാണ് അല്ലെ. കുറെ ഓഫർ കിട്ടുമ്പോൾ ആൾക്കാർ കുറെ സാധനങ്ങൾ വാങ്ങിക്കും, നല്ലൊരു ബിസിനസ് നടന്നു പോകുന്ന അല്ലെ. നമ്മൾ അതിന് സീസൺ ആവുകയെന്ന് പറയും അല്ലെ. ആൾക്കാർ ഇത് സീസൺ ആണെന്ന് അറിയില്ലേ, പൂവിന്റെ സീസൺ. ഓണാണെങ്കിൽ ആ പൂക്കൾ അല്ലെ, പൂക്കളത്തിന്റെ സീസൺ ആണ്, പൂവിന്റെ സീസൺ ആണ് എന്നൊക്കെ പറയും അല്ലെ. സോ അതുപോലെ shops in the market were flooded with items for sale. He wondered how so many items could be made in such large quantities. അല്ലെ, നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാല്, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാല് ഒരു ഷോപ്പിൽ എന്തോരം ഡ്രസ്സസ് ഉണ്ട് അല്ലെ. പല തരത്തിലുള്ള, പല സൈസിലുള്ള അല്ലെ. കുഞ്ഞിവാവകൾക്ക് മുതൽ, ജനിച്ച കുഞ്ഞിവാവയ്ക്ക് മുതൽ കുറേ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് വേണ്ട ഡ്രസ്സസ്, അങ്ങനെ പലതരത്തിൽ കുറേ ഡ്രസ്സസ് ഉണ്ട് അല്ലെ. അപ്പം എല്ലാ ആൾക്കാർക്കും ഡിഫറെന്റ് സൈസിലുള്ള, ഒരേ ഡ്രസ്സിന്റെ തന്നെ പല സൈസിലുള്ള സാധനങ്ങള്, ഒരേ പാത്രത്തിന് തന്നെ പല മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ള എർത്തൺ പോട്ട്സ് ഉണ്ട്, അലൂമിനിയത്തിൻ്റെത് ഉണ്ട്, സ്റ്റീലിൻ്റെത്, അങ്ങനെ കുറേ സാധനങ്ങൾ അല്ലെ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു ഷോപ്പ് നടത്തുന്ന ആള് ഒറ്റ സാധനം വെച്ചിട്ടാണോ കച്ചവടത്തിന് ഇരിക്കുക? അല്ലെ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഹാരിഷിന് ഡൗട്ടായി, ഇതെങ്ങനെയാ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ, ഇതെങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നത്? So he wondered how so many items could be made in such large quantities. His father explained that shoes, clothes, sugar, etc. are manufactured by machines in large industries. Some utensils are manufactured in small industries, while items like earthen lamps are made in individual artisans in household industries. അപ്പം അവൻ ഇങ്ങനെ ഒരു സംശയം വന്ന സമയത്ത്, നിങ്ങളും അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരുടെ അടുത്ത് ആദ്യം ചോദിക്കുക? അച്ഛൻ്റെ അടുത്ത്, അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിക്കില്ലേ, അവർക്ക് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കില്ലേ. അതുപോലെ ഹാരിഷ് ചോദിച്ചു, എന്തുകൊണ്ടാ ഇത്രയും സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു കൊടുത്തത്? His father explained that shoes, clothes, sugar, etc. are manufactured by machines. അല്ലേ, ഡ്രസ്സസ് ഒക്കെ ആരാ ഉണ്ടാക്കുന്നത്?
അത്രയും ക്ലോത്തുകൾ ഒരാൾ ഇരുന്നിട്ട് ഉണ്ടാക്കുകയല്ല അല്ലെ, മെഷീൻസ് ഉണ്ടാവും. ആ മെഷീൻസ് ആണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാരയൊക്കെ ഓരോ ആൾക്കാർ പോയിട്ട് ഷുഗർ കെയിൻ നിന്ന് പഞ്ചസാര ഉണ്ടാക്കി എടുക്കുകയല്ല അല്ലെ, അതിനൊക്കെ മെഷീൻസ് ഉണ്ട്. തേയിലയ്ക്ക് ഫാക്ടറി ഉണ്ട് അല്ലെ, തേയില ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തേയിലയൊക്കെ കളക്ട് ചെയ്തിട്ട് അവരെന്താക്കി മാറ്റും, തേയിലയാക്കിയില്ലേ, നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ തരി 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 തരിയായിട്ട് മാറ്റി തരും. അതൊക്കെ എന്ത് വെച്ചിട്ടാ ചെയ്യുന്നത്, മെഷീൻസ് വെച്ചിട്ടാണല്ലേ ചെയ്യുന്നത്. സോ sugar etc. are manufactured by machines in large industries. Some utensils are manufactured in small industries. ചില സാധനങ്ങൾ ചിലതൊക്കെ വലുത് ഗ്രാൻഡ് ആയിട്ടല്ലേ, എന്താ തേയിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അല്ലേ, നമുക്ക് എല്ലാ ദിവസവും ചായ കുടിക്കണം. അപ്പം എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ലാർജ് ഇൻഡസ്ട്രീസിലൊക്കെ ഉണ്ടാക്കും. ഇനി കുറച്ച് മാത്രം ആവശ്യക്കാരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസിൽ ചെറുകിടമായിട്ടുള്ള ഇൻഡസ്ട്രികളുണ്ട്. പിന്നെ ചില സാധനങ്ങൾ അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, മൺകലങ്ങളും മണ്ണിന്റെ സംഭവങ്ങളും earthen lamps ഒക്കെ ആർ മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ആർട്ടിസൻസ് ഇൻ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി. ചില ആൾക്കാർ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ പപ്പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ മക്കളെ, വീട്ടിൽ നിന്ന് തന്നെ കുറെ ആൾക്കാർ കയറൊക്കെ പിരിച്ചിട്ട് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ ആൾക്കാർ എന്ത് ചെയ്യും, ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടക്കും അല്ലെ. അപ്പം ഏറ്റവും ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയും ഉണ്ട്. അപ്പം അല്ലെ, നമുക്ക് അതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനത്തെ ചന്ദനത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ചന്ദനത്തിരികൾ ചെറിയ ചെറിയ തിരികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് അവിടെ നിന്നിട്ട് ഒരു സ്റ്റീലിന്റെ ജഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ, ഇല്ല അല്ലെ. അതെന്ന് പറയുന്നത് എന്ത് വേണം, മെഷീൻസ് ഒക്കെ വേണം അല്ലെ. അതുപോലെ തന്നെ അവർക്ക് അവിടെ ഇരുന്നിട്ട് നല്ലൊരു ക്ലോത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ, പോളിസ്റ്റർ ക്ലോത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെഷീൻ വേണം. അല്ലാത്ത കാര്യങ്ങള് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ, വൻകിടമായിട്ട് ചെയ്യേണ്ട ലാർജ് ഇൻഡസ്ട്രീസും ഉണ്ട്, സ്മോൾ ഇൻഡസ്ട്രീസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുമുണ്ട്, ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസും ഉണ്ട്. അപ്പൊ നമ്മൾ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഏത് ഇൻഡസ്ട്രീസിലാണ് ഫോം ചെയ്യാന്ന്. നമുക്ക് വീട്ടിലിരുന്നിട്ട് തേയിലേന്റെ ഇല പറിച്ചുകൊണ്ടുവന്നിട്ട് നമുക്ക് ചായപ്പൊടി ചായ തരിതരിയാക്കി മാറ്റാൻ വേണ്ടി പറ്റുമോ, ഇല്ല. അപ്പം അതിനു വേണ്ടിയിട്ട് എന്ത് വേണം, മെഷീൻസ് വേണം അല്ലെ. പ്രൊഡക്ഷൻ ഓഫ് ഗൂഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആഫ്റ്റർ പ്രോസസിംഗ് ഫ്രം റോ മെറ്റീരിയൽസ് ടു മോർ വാല്യുബിൾ പ്രോഡക്ട്സ് ഇസ് കോൾഡ് മാനുഫാക്ചറിങ്. അപ്പൊ എന്താ മക്കളെ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആഫ്റ്റർ പ്രോസസിംഗ് ഫ്രം റോ മെറ്റീരിയൽസ് to more valuable products is called manufacturing. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, നമ്മുടെ റോ മെറ്റീരിയൽസ് അല്ലെ, അതിന്റെ അസംസ്കൃത വസ്തുക്കൾ. ഇപ്പം ഡ്രസ് ഉണ്ടാക്കണമെങ്കിൽ കോട്ടൺ വേണം. അതുപോലെ തന്നെ ചായപ്പൊടി ഉണ്ടാക്കണമെങ്കിൽ തേയില അല്ലെ, ആ ഒരു പച്ച കളറിലുള്ള ഇല വേണം. അപ്പം അതിന്റെ റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അല്ലെ, കുറേ ക്വാണ്ടിറ്റിയില് സാധനങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം സിമന്റ് നിങ്ങൾ നോക്കിയ, സിമന്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു സ്പൂൺ സിമന്റ് മതിയോ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ചാക്ക് കണക്കിന് വേണം അല്ലെ, 40 ചാക്ക് 50 ചാക്ക് അങ്ങനെ നമുക്ക് കുറേ ചാക്കിൽ വേണം അല്ലെ. അപ്പം എന്താണ്, അപ്പം ലാർജ് ക്വാണ്ടിറ്റീസില് സാധനങ്ങൾ വേണം. എന്ത് വെച്ചിട്ട്, റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അല്ലെ, അതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ലാർജ് ക്വാണ്ടിറ്റീസില് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് മോർ വാല്യുബിൾ പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണ് അല്ലെ. കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ള, നമുക്ക് ആവശ്യമുള്ള, നമുക്ക് യൂസേജ് ഉള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയാ, മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആഫ്റ്റർ പ്രോസസിംഗ് ഫ്രം റോ മെറ്റീരിയൽസ് ടു മോർ വാല്യുബിൾ പ്രോഡക്റ്റ് ഇസ് കോൾഡ് മാനുഫാക്ചറിങ്. So, production of goods in large quantities after processing from raw materials to more valuable product is called manufacturing. പഠിച്ചോ, manufacturing എന്താന്ന് പഠിച്ചോ? Production of goods in large quantities after processing from raw materials to more valuable product is called manufacturing. മനസ്സിലായില്ലേ? അത് പഠിച്ചില്ലേ? ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മാനുഫാക്ചറിങ്ങിന്. പേപ്പർ is manufactured ഫ്രം വുഡ്. നിങ്ങൾക്ക് അറിയോ അത് മക്കളെ? നമ്മുടെ പേപ്പർ ഇല്ലേ, നോട്ട്ബുക്കിലൊക്കെ ഉള്ള പേപ്പർ ഇല്ലേ, ഈ പേപ്പർ എവിടെന്നാ ഉണ്ടാക്കുന്നത്? ഈ പേപ്പർ ആയിട്ടാണോ ഉണ്ടാവുക? അല്ല, മരങ്ങളിൽ നിന്നാണ് അല്ലെ. ഒരുപാട് വുഡ് ഉപയോഗിച്ചിട്ടാണ് മരങ്ങൾ അത് പ്രോസസ് ചെയ്ത്, മരത്തിനെ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്ബുക്കിലൊക്കെ കളയുന്ന പേപ്പറൊക്കെ ഇല്ലേ, ആ പേപ്പറൊക്കെ ഉണ്ടാക്കുന്നത് വുഡിൽ നിന്നാണ്.
ഓക്കെ, അപ്പൊ അതോടാ പറയുന്നത് പേപ്പറൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക അല്ലെ. ഒരു മരത്തിൽ നിന്നാണല്ലേ. അപ്പൊ ഒരു മരം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് ഉണ്ടാക്കുന്നത് വുഡിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ആ വുഡ് എന്ന് പറയുന്ന സംഭവം, വുഡിനെ മാനുഫാക്ചറിങ് ചെയ്തിട്ട്, അതല്ലേ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്, മോർ വാല്യുബിൾ പ്രോഡക്റ്റ് ആയിട്ട് ലാർജ് ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് ഉണ്ടാക്കുന്നതിനല്ലേ മാനുഫാക്ചറിങ് എന്ന് പറയാ. സോ വുഡിനെ മാനുഫാക്ചറിങ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ആക്കിയിട്ട് മാറ്റുന്നത്. ക്ലിയർ? യെസ്, പേപ്പർ ഇസ് മാനുഫാക്ചർഡ് ഫ്രം വുഡ്, ഷുഗർ ഫ്രം ഷുഗർ കെയിൻ. എവിടുന്നാ മക്കളെ പഞ്ചസാര? രാവിലെ ചായയിൽ ഉണ്ടാക്കുന്ന പഞ്ചസാരയൊക്കെ ചായ ഇടും അല്ലെ, തേയില ഇട്ടിട്ട് പഞ്ചസാരയും പാലൊക്കെ ഇടും. അപ്പൊ ഈ പഞ്ചസാര എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഷുഗർ കെയിനിൽ നിന്നാണ് അല്ലെ. കരിമ്പിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? പഞ്ചസാര ഉണ്ടാക്കുന്നത്. അപ്പം ഷുഗർ കെയിൻ എന്ന് പറയുന്ന സംഭവം എന്താണ് മക്കളെ? ഇതാണ് ഷുഗറിന്റെ റോ മെറ്റീരിയൽ ആണ് അല്ലെ, റോ മെറ്റീരിയൽ ആണ് അല്ലെ, റോ മെറ്റീരിയൽ. അപ്പം ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ഷുഗർ ഉണ്ടാക്കാനുള്ള ഒരു റോ മെറ്റീരിയൽ ആണ്. പേപ്പർ ഇസ് മാനുഫാക്ചർഡ് ഫ്രം വുഡ്, ഷുഗർ ഫ്രം ഷുഗർ കെയിൻ, അയൺ ആൻഡ് സ്റ്റീൽ ഫ്രം അയൺ ഓർ. ഓരോരോ മെറ്റൽ ആവുന്ന സമയത്ത്, ഒരു ലോഹമാവുന്ന സമയത്ത്, ഒരു മെറ്റൽ ആവുന്ന സമയത്ത് മെറ്റൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓറുകൾ ഉണ്ടാവും. ഓക്കെ, ഒരു ഓർ എന്ന് പറയുന്ന ആ ഓറിൽ നിന്നും കുറെ ഓറുകൾ ഉണ്ടാവും, കുറെ മിനറൽസ് ഉണ്ടാവും. അതിനകത്തു നിന്നും നമുക്ക് പൈസയൊക്കെ കുറഞ്ഞ രീതിയിൽ നല്ല എളുപ്പത്തിൽ ആ മെറ്റലാക്കി മാറ്റാൻ പറ്റുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ഓർ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ അയേൺ ഓറിൽ നിന്നാണ് നമുക്ക് വേണ്ട അയേൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, അയേണിന്റെ ഓർ ഉണ്ടാവും, കുറേ ഉണ്ടാവും. ആ ഓറിൽ നിന്ന് നമ്മൾ കുറെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അയേൺ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കെമിസ്ട്രിയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ആൻഡ് അലൂമിനിയം ഫ്രം ബോക്സൈറ്റ്. അലൂമിനിയം എന്ന് പറയുന്ന മെറ്റലിന്റെ ഓർ എന്ന് പറയുന്നതാണ് ബോക്സൈറ്റ്. ഓക്കെ, അയൺ ആണെങ്കിൽ ഹെമറ്റൈറ്റ് അല്ലെ. അയൺ ആൻഡ് സ്റ്റീൽ ഫ്രം അയൺ ഓർ ആൻഡ് അലൂമിനിയം ഫ്രം ബോക്സൈറ്റ്. അപ്പം ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റോ മെറ്റീരിയൽ ആണ് അല്ലെ, റോ മെറ്റീരിയൽ ആണ്. സോ ഇതൊക്കെ എന്താണ്? മാനുഫാക്ചറിങ് ആണ് ഇവിടെയൊക്കെ നടക്കുന്നത് അല്ലെ. അലൂമിനിയം ഉണ്ടാക്കുന്നു, അയേൺ ഉണ്ടാക്കുന്നു, പേപ്പർ ഉണ്ടാക്കുന്നു, ഷുഗർ ഉണ്ടാക്കുന്നു അല്ലെ. മാനുഫാക്ചറിങ് അല്ലേ നടക്കുന്നത്. ആ മോർ വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ ഉണ്ടാക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. പേപ്പർ ഇസ് മാനുഫാക്ചർഡ് ഫ്രം വുഡ്, ഷുഗർ from sugarcane, iron and steel from iron ore, and aluminium from bauxite. Some type of clothes are manufactured from yarn, which itself is an industrial product. ചില ഡ്രസ്സസ് ഒക്കെ, ചില ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കുന്നത് യാണിൽ നിന്നാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണ്. People employed in the secondary activities manufacture the primary materials into finished goods. അപ്പം ആരാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി മേഖല എന്ന് പറയുന്നത് അല്ലെ. പ്രൈമറി ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഏതാണ്? അഗ്രികൾച്ചറൽ ഫീൽഡ് ആണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് ഏറ്റവും പ്രൈമറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കൃഷി ചെയ്ത് എടുക്കുന്ന സാധനങ്ങൾ അല്ലെ. കൃഷി ഇപ്പൊ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ കോട്ടൺ എന്ന് പറയുന്നത് അതാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. അതിൽ നിന്നും കോട്ടൺ മാറ്റിയിട്ട് എന്താക്കി മാറ്റുക? ഡ്രസ്സാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറിയിലും ടെർഷറിയിലേക്കാണ്. പിന്നെ സെയിലൊക്കെ നടക്കുന്ന സമയത്ത് മാർക്കറ്റ് വരുമ്പോൾ ടെർഷറിയിലേക്ക് പോകും. അപ്പൊ പ്രൈമറി എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പം പ്രൈമറിയിൽ നിന്നും അല്ലെ, പീപ്പിൾ എംപ്ലോയ്ഡ് ഇൻ ദ സെക്കൻഡറി ആക്ടിവിറ്റീസ് മാനുഫാക്ചർ the primary materials into finished good. അപ്പം കൃഷി ചെയ്ത് നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയൽ, ആ റോ മെറ്റീരിയലിനെ സെക്കൻഡറിയിലുള്ള ആൾക്കാർ എന്താക്കി മാറ്റും? മാനുഫാക്ചർ ചെയ്തിട്ട് എന്താക്കും? നല്ല ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് മാറ്റും. അപ്പം കാർഷിക മേഖലയാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താ ഇപ്പൊ പഠിച്ച മക്കളെ? എന്താണ് മാനുഫാക്ചറിങ് എന്നാ പഠിച്ചല്ലേ. എന്താ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് production of goods in large quantities after processing from raw materials to more valuable products is called manufacturing. Okay, so the workers employed in steel factories, car breweries, textile industries, bakeries, etc. fall into this category. Some people are employed in providing services. So
The workers employed in steel factories, breweries, textile industries, bakeries, etc. fall into this category. ഏത് കാറ്റഗറിയാ? സെക്കൻഡറിയിലാണ് അല്ലേ വരാ? Some people are involved in providing services. In this chapter, we are mainly concerned with manufacturing industries which fall in the secondary sector. ഞാൻ പറഞ്ഞു secondary sectorലാണ് മാനുഫാക്ചറിങ് വരുന്നത്. ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ നിന്നും ഉണ്ടാക്കണം. റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് പ്രൈമറി സെക്ടർ ആണ്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അഗ്രികൾച്ചർ അല്ലേ? So, we are mainly concerned with the manufacturing industries which fall in the secondary sector. The economic strength of a country is measured by the development of manufacturing industries. നമ്മളുടെ ഒരു രാജ്യത്തിന്റെ ഒരു എക്കണോമിക് അല്ലെ, അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കുന്നത്, അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ, ആ രാജ്യത്തുള്ള ആൾക്കാരുടെ അടുത്ത് പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ് മക്കളെ? ആ ഒരു കൺട്രിയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ബേസിലാണ്. എന്താ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ബേസിലാണ് ആ ഒരു കൺട്രീന്റെ എക്കണോമിക് കപ്പാസിറ്റി മനസ്സിലാക്കുന്നതെന്ന് പറയാൻ കാരണം, നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ ഓപ്ഷൻ ഉള്ളത്? നമുക്ക് സാധനങ്ങളെ എക്സ്പോർട്ട് ചെയ്യാം അല്ലെ? നമുക്ക് വേറൊരു കൺട്രിയിലേക്കൊക്കെ നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വേറെ കൺട്രീസിലൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുവഴി നമുക്ക് എക്കണോമി കുറച്ചും കൂടി എന്താവും? കുറച്ചും കൂടി സ്ട്രെങ്തൻ ആവും അല്ലെ? നമ്മുടെ സാമ്പത്തികം കുറച്ചും കൂടി എന്താവും? മെച്ചപ്പെടും. So, the economic strength of a country is measured by development of manufacturing industries. Clear ആണോ മക്കളെ ഞാൻ പറഞ്ഞേ? Okay. So, importance of manufacturing. Manufacturing ന്റെ importance. Manufacturing sector is considered the backbone of development in general and economic development in particular. മെയിൻലി ബിക്കോസ്, അപ്പൊ ഞാൻ പറഞ്ഞു മാനുഫാക്ചറിങ് സെക്ടർ ഡെവലപ്ഡ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയുടെ മൊത്തത്തിലുള്ള എക്കണോമിക് സെറ്റപ്പിനെയാണ് അല്ലേ കാണിക്കുന്നത്? അവരുടെ കൺട്രിയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നാ കാണിക്കുന്നത്. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? Manufacturing industries not only help in modernizing agriculture, which forms the backbone of our economy, they also reduce the heavy dependence of people on agricultural income by providing them jobs in secondary and tertiary sectors. എന്താ മാനുഫാക്ചറിങ് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റ്, ഓവറോൾ ഡെവലപ്മെന്റ് അല്ലെ, നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ഇൻ ജനറൽ എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമ്മുടെ കൺട്രി എന്ന് പറയുന്ന രാജ്യം പ്രൈമറിലി കൂടുതൽ ആൾക്കാർ എന്ത് മേഖലയിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു? കൂടുതലായിട്ടും കാർഷിക മേഖല, അതായത് കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു അവർ. അതായത് പ്രൈമറി സെക്ടർ അല്ലെ, പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് അല്ലെ. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവരിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ മാത്രം ഡിപ്പെൻഡൻസ് ആയിരുന്നു അല്ലെ. കുറേ ആൾക്കാർ, ഇന്ത്യയുടെ ഒരു ഓൾമോസ്റ്റ് 90% ആൾക്കാർ എന്ത് ചെയ്യാണ്? കാർഷിക മേഖലയിൽ വരികയാണ്. എല്ലാവരും കൃഷി ചെയ്യുക, അഗ്രികൾച്ചർ സെക്ടർ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവരവർക്ക് വേണ്ട സാധനം എല്ലാ ആൾക്കാരും കൃഷി ചെയ്യണം. അപ്പം ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലെ, വിൽക്കാനൊന്നും അധികം സ്കോപ്പ് ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെയും വിറ്റ് കഴിഞ്ഞാലും ലാഭമൊന്നും കിട്ടില്ല. കൂടാതെ എന്താണ്? ഒരു അഗ്രികൾച്ചറൽ സെക്ടറിന് മാത്രം ചില കൃഷികൾ എങ്ങനെയാണ്? സീസണൽ ആണ് അല്ലെ. ചില കൃഷി ചില മാസങ്ങളിൽ മാത്രമേ കൃഷി ചെയ്താൽ വിളവ് കിട്ടുള്ളൂ. വേറെ മാസങ്ങളിൽ അത് കൃഷി ചെയ്യാൻ യോഗ്യമല്ല അല്ലെ. നല്ല വരൾച്ചയുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് ഇത് രണ്ടുമുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് മാത്രമേ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വർഷത്തിലൊരു 3 മാസമാണ് ആ കൃഷിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 മാസമേ അവർക്ക് ജോലിയുള്ളൂ. ബാക്കി 9 മാസം അവർ വെറുതെ നിൽക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ ബാക്കി 9 മാസത്തേക്കുള്ള ജീവിക്കാനുള്ള പൈസയും വേണ്ടേ മക്കളെ? വേണം. അപ്പം അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി ആ 3 മാസം എന്ന് പറയുന്നത് ഭയങ്കര മഴയാന്ന് വിചാരിച്ചോ, ഭയങ്കര ഹെവി റെയിൻഫോൾ ഉണ്ടായെന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? ഈ കൃഷി ചെയ്ത സാധനം മുഴുവൻ എന്തായി പോവും? വെള്ളം നിന്ന് ചീത്തയായി പോവും. അപ്പൊ അവർക്ക് നഷ്ടവും ആവും അല്ലെ. അപ്പം ഒരു മേഖല മാത്രം, ലൈക്ക് അഗ്രികൾച്ചറൽ സെക്ടർ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയുടെ എക്കണോമി വലുതാവോ?
വലുതാവോ? ഇല്ല അല്ലെ, എക്കണോമി വലുതാവില്ല. കാരണം ആകെ ആ ഒരൊറ്റ മേഖലനെ ഡിപ്പെൻഡ് ചെയ്താല് എല്ലാ സമയവും ജോലി ഉണ്ടാവണം എന്നില്ല, എല്ലാ സമയവും ഇൻകം കിട്ടണം എന്നില്ല, എല്ലാ സമയവും ക്ലൈമറ്റ് നമ്മളെടുത്ത് കോപ്പറേറ്റ് ചെയ്യണം എന്നുമില്ല. സോ ഇങ്ങനെ അഗ്രികൾച്ചറൽ മേഖലയിൽ മാത്രം ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കണം അല്ലെ, തൊഴിലവസരം കൊടുക്കണം അല്ലെ. നല്ലൊരു ഫാക്ടറി, നല്ലൊരു ഇൻഡസ്ട്രി ഒക്കെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കുറെ ആൾക്കാർക്ക് അവിടെ ജോലി കൊടുക്കും, കുറെ എംപ്ലോയേഴ്സിന് വേണം അല്ലെ, കുറെ എംപ്ലോയീസിന് വേണം. അപ്പം എന്ത് ചെയ്യും? അവിടെ സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സിലൊക്കെ എന്ത് കൊടുക്കും? ജോബ് കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ ജോബ് കൊടുക്കുന്ന സമയത്ത് ഇൻഡസ്ട്രി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക, അപ്പൊ എപ്പോഴും ജോലി ഉണ്ടാവും അല്ലെ. നമുക്ക് എല്ലാ വർഷത്തിലും ഫുൾ ടൈം എന്തുണ്ടാവും? ജോലി ഉണ്ടാവും. ജോലി ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് ഇൻകം കിട്ടും. ഇൻകം കിട്ടുന്ന സമയത്ത് അവര് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അപ്പം പീപ്പിൾ ഓൺ അഗ്രികൾച്ചറിലുള്ള ഒരു ഹെവി ഡിപ്പെൻഡൻസ് അല്ലെ, അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്ന് മാത്രമുള്ള ഇൻകം നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പ്രൈമറി സെക്ടർ മാത്രമല്ല സെക്കൻഡറി സെക്ടറും ടെറിഷറി സെക്ടറും ഉണ്ടെന്ന് മനസ്സിലാവുകയും ആൾക്കാർക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അതാണ് ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് സെക്ടർ ഡെവലപ്പ് ആയതിന്റെ കാര്യം. മനസ്സിലായോ മക്കളെ ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന്? ഓക്കെ, സോ industrial development is a precondition for eradication of unemployment and poverty. അല്ലെ, അൺഎംപ്ലോയ്മെന്റും പോവേർട്ടിയും ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ. അഗ്രികൾച്ചറൽ സെക്ടറിൽ എങ്ങനെയാണ്? എല്ലാ വർഷത്തിലും എല്ലായ്പ്പോഴും ജോലി ഉണ്ടാവണം എന്നില്ല, ചില സീസൺ മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, അവർക്ക് റെഗുലർ ആയിട്ടൊരു ഇൻകം വരുന്നില്ല. അതേ സ്ഥാനത്ത് മാനുഫാക്ചറിങ് സെക്ടറിൽ വരുന്ന സമയത്ത് അവർക്ക് എന്തുണ്ട്? ജോലി കിട്ടുന്നുണ്ട് അല്ലെ, ജോലി കിട്ടുന്നുണ്ട്. അതുവഴി അവർക്ക് എന്തും കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം അൺഎംപ്ലോയ്മെന്റും പോയി, പോവേർട്ടിയും കുറഞ്ഞു അല്ലെ. ആൾക്കാരുടെ കയ്യിൽ കുറച്ചൊക്കെ പൈസ വരാൻ തുടങ്ങി ഫ്രം അവർ കൺട്രി. This was the main philosophy behind public sector industries and joint sector ventures in India. It was also aimed at bringing down regional disparities by establishing industries in tribal and backward areas. അപ്പം എവിടേക്കും കൂടെ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവാൻ തുടങ്ങി? ട്രൈബൽ ഏരിയാസിലും ബാക്ക്വേർഡ് ഏരിയാസിലൊക്കെ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവാൻ തുടങ്ങി. Export of manufactured goods expands trade and commerce and brings in much needed foreign exchange. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ കാര്യങ്ങള് മാനുഫാക്ചറിങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ സാധനങ്ങൾ, കുറെ ഗുഡ്സ് ഉണ്ടാക്കാൻ പറ്റും. കുറെ ഗുഡ്സ് ഉണ്ടാക്കാനും പറ്റും, നമുക്ക് കുറെ എക്സ്പോർട്ട് ചെയ്യാനും പറ്റും അല്ലെ. വേറെ വേറെ കൺട്രീസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എക്സ്പോർട്ട് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് എക്സ്പാൻഡ്സ് ട്രേഡ് അല്ലെ. അപ്പൊ നമ്മുടെ ട്രേഡ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാണ് അല്ലെ. നമ്മുടെ ട്രേഡ് നമ്മുടെ കൺട്രീന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ട്രേഡ് എന്ത് ചെയ്യാണ്? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് കൊമേഴ്സ് ആൻഡ് ബ്രിങ്സ് ഇൻ മച്ച് നീഡഡ് ഫോറിൻ എക്സ്ചേഞ്ച്. കൺട്രീസ് that transform their raw materials into a wide variety of furnished goods of higher value are prosperous. അപ്പം ഒരു കൺട്രി പ്രോസ്പെറസ് ആണെന്ന് പറയാൻ കഴിഞ്ഞാൽ ഭയങ്കര സമൃദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു പ്രോസ്പെറിറ്റി ഉള്ള കൺട്രി ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആ കൺട്രി എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? അവർക്ക് അവരുടെ കൺട്രിയിൽ കുറെ റോ മെറ്റീരിയൽ ഉണ്ടാവും അല്ലെ, കുറെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവും, കുറെ എന്താണോ ഉണ്ടാക്കണം. അപ്പം പേപ്പർ ഉണ്ടാക്കണം, നമുക്ക് പേപ്പർ ഇൻഡസ്ട്രി ഗ്രാൻഡ് ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? ഒരുപാട് മരങ്ങൾ വേണം അല്ലെ. ആ മരങ്ങളിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പേപ്പർ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ റോ മെറ്റീരിയലിനെ കുറെ ഫേർണിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാനുള്ള ഒരു കൺട്രിയുടെ എന്നിട്ട് എന്ത് ചെയ്യണം? എക്സ്പോർട്ടും നടക്കണം, സെയിലൊക്കെ നടക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ കൺട്രി എന്താന്നാ പറയാ? പ്രോസ്പെറസ് ആണെന്ന് പറയും. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞിരിക്കുന്ന കാര്യം? ഓക്കെ. India's prosperity lies in increasing and diversifying its manufacturing industries as quickly as possible. നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമ്മുടെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ആയിട്ട് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. Agriculture and industry are not exclusive of each other. They move hand in hand. അപ്പം ഇൻഡസ്ട്രി വന്നു എന്ന് വിചാരിച്ചിട്ട് അഗ്രികൾച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഇല്ല
ഓക്കെ, അഗ്രികൾച്ചർ വേണം അല്ലെ, അഗ്രികൾച്ചർ ഉണ്ടെങ്കിലേ റോ മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. അപ്പം അഗ്രികൾച്ചറും വേണം, അഗ്രികൾച്ചറിൽ കിട്ടുന്ന റോ മെറ്റീരിയലിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഗുഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് മാറ്റുകയും ചെയ്യണം. അതിന് ഇൻഡസ്ട്രി വേണം. സോ അഗ്രികൾച്ചറും വേണം, അതുപോലെ തന്നെ എന്തും വേണം, ഇൻഡസ്ട്രിയും വേണം അല്ലെ. അപ്പം അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ഉണ്ടായതുകൊണ്ട്, അഗ്രികൾച്ചർ മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് നഷ്ടമാണ് അല്ലെ, എല്ലാ ആൾക്കാർക്കും എംപ്ലോയ്മെന്റ് ഇല്ല, പോവേർട്ടി ആയിരിക്കും അല്ലെ, അഗ്രികൾച്ചർ സെക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതേ സ്ഥാനത്ത് ഇൻഡസ്ട്രി മാത്രമായിട്ട് ഉണ്ടാവുമോ, ഇല്ല അല്ലെ, ഇൻഡസ്ട്രിക്ക് വേണ്ട പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്, അഗ്രികൾച്ചർ സെക്ടറാണ്. അപ്പം അഗ്രികൾച്ചർ സെക്ടറും വേണം, ഇൻഡസ്ട്രിയും വേണം. ഇൻഡസ്ട്രിക്ക് വേണ്ട സംഭവങ്ങൾ അഗ്രികൾച്ചറൽ സെക്ടർ കൊടുക്കും. അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസിന് എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയാണ് അതിനെ എന്ത് ചെയ്യുന്നത്, നല്ല ഗുഡ്സ് ആക്കിയിട്ട് മാറ്റുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും, അഗ്രികൾച്ചർ ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും എന്ത് വേണമെന്നാ പറയുന്നത്, മൂവ് ഹാൻഡ് ഇൻ ഹാൻഡ് അല്ലെ, ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് മൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺട്രി എന്താവുള്ളൂ മക്കളെ, പ്രോസ്പെറസ് ആവുള്ളൂ. ഓക്കെ, പ്രോസ്പെറസ്. ഓക്കെ. For instance, the agro-industries in India have given a major boost to agriculture by raising its productivity. Agriculture productivity എങ്ങനെയൊക്കെ മക്കളെ കൂട്ടാൻ പറ്റിയ? They depend on the latter for raw materials and sell their products such as irrigation pumps, fertilizers, insecticides, pesticides, plastic and PVC pipes, മെഷീൻസ് ആൻഡ് ടൂൾസ് എക്സെട്ര ടു ദി ഫാമേഴ്സ്. അപ്പം ഇൻഡസ്ട്രി ഡെവലപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ഇൻഡസ്ട്രി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും അല്ലെ. ഇൻഡസ്ട്രി ഡെവലപ്പ് ആകുമ്പം ഇൻഡസ്ട്രി ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കും. ഈ ഉണ്ടാക്കുന്ന സാധനത്തില് എന്തൊക്കെയാ, ഇറിഗേഷൻ പമ്പ് അല്ലെ, ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പമ്പുകള്, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് അല്ലെ, നന്നായിട്ട് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇൻസെക്ട് ഒന്നും വരാതിരിക്കാനും ഇൻസെക്റ്റും പെസ്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, പിന്നെ പൈപ്പുകള്, മെഷീൻസ്, ടൂൾസ് അല്ലെ. പണ്ട് നമ്മള് കൃഷി നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, നെല്ലൊക്കെ ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, കാളകളെ ഒക്കെ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റി. അപ്പൊ ഭയങ്കര മാനുവൽ എഫേർട്ടും വേണം, ആ ജീവിനെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കണം അല്ലെ. അതിന് പകരം എന്ത് വന്നു, മെഷീൻസ് വന്നു, കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറി. സോ അതുപോലെ ഇതിന് വേണ്ട സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇൻഡസ്ട്രി എന്ത് ചെയ്യും, കാർഷിക മേഖലയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കും. അഗ്രികൾച്ചറൽ സെക്ടറിന് ഈ പറഞ്ഞിരിക്കുന്ന ഇറിഗേഷൻ പമ്പ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, plastic and PVC pipes, machines and tools etc. to the farmers. Okay. Thus, development and competitiveness of manufacturing industry has not only assisted agricultures in increasing their production but also made the production processes very efficient. അല്ലെ, അപ്പം ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ഈ ഒരു അഡ്വാൻസ്മെന്റ് അല്ലെ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് ഈ സാധനങ്ങൾ, PVC പൈപ്പ് ആണെങ്കിലും പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ഉണ്ടാക്കിയത് അല്ലെ, കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം അത് അഗ്രികൾച്ചേഴ്സ് ഇൻ ഇൻക്രീസിങ് ദെയർ പ്രൊഡക്ഷൻ, അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചു അല്ലെ. അല്ലാതെ നേരത്തെ മുഴുവൻ പെസ്റ്റിസൈഡ്സ്, പെസ്റ്റുകളും ഇൻസെക്റ്റും ഒക്കെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ മൊത്തം അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ മൊത്തത്തിൽ ഇങ്ങനെ ഇൻസെക്ട്സ് വരുന്നു, പെസ്റ്റുകൾ വരുന്നു, കറക്റ്റ് ആയിട്ടൊന്നും നീങ്ങുന്നില്ല അല്ലെ, മെഷീൻ ഇറിഗേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ദെയർ പ്രൊഡക്ഷൻ അല്ലെ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഓൾസോ മെയ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സസ് വെരി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സും കൊടുത്തു. In the present day world of globalization, our industry need to be more efficient and competitive. അപ്പം ഇന്നത്തെ ഒരു ജനറേഷനിൽ ഞാൻ പറയട്ടെ, ഇപ്പോഴും നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ എടുത്ത് കൊണ്ടുവച്ച് ഓരോ സ്ഥലത്തും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അല്ലെ, കിണറൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം കോരിയെടുത്ത് കൊണ്ടൊക്കെ വന്ന് നനച്ച് അല്ലെ, തിരിച്ചു പോയി പിന്നെയും വെള്ളം എടുത്ത്, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടി അല്ലേ, എത്ര മാനുവൽ പവർ വേണം അല്ലെ, എത്ര ഒരാളുടെ അധ്വാനം മുഴുവൻ വേണം. അതേ സ്ഥാനത്ത് നമ്മള് മോട്ടോർ വെക്കാണ്, മോട്ടോർ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഓട്ടോമാറ്റിക്കലി പമ്പ് ആയി പോകും. PVC പൈപ്പും ബാക്കി ഇറിഗേഷൻ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നനച്ചു പോകും. നമ്മൾ ചിലപ്പോൾ ഒരു സ്വിച്ച് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. സോ അത്രയും ഒരു അഡ്വാൻസ്മെന്റ് വന്നു, മനസ്സിലാവുന്നുണ്ടോ? സോ അത് ഇൻഡസ്ട്രി ഡെവലപ്പ് ആയതുകൊണ്ടാണ്.
ഇൻഡസ്ട്രി ഡെവലപ്പ് ആയതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് വേണ്ട സപ്പോർട്ടും കൊടുത്തു. അപ്പം കാർഷിക മേഖല കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവാൻ തുടങ്ങി, കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി അവരുടെ പവർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ self-sufficiency alone is not enough. Our manufactured goods must be at par in quality with those in the international market. Only then we will be able to compete in the international market. അപ്പം നമ്മൾ കുറേ റോ മെറ്റീരിയൽ ഉണ്ടാക്കി കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ത് കീപ്പ് ചെയ്യണം? ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യണം അല്ലേ? നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, ആ ഡ്രസ്സ് ഒട്ടും ക്വാളിറ്റി ഇല്ല, നമ്മൾ കുറെ പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങിച്ചു, പിന്നെ നമ്മൾ ആ ഡ്രസ്സ് വാങ്ങിക്കാൻ ആ ഷോപ്പിൽ കയറി പോയി വാങ്ങിക്കുവോ? ഇല്ല. അപ്പം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ആൾക്കാരത് വാങ്ങിക്കില്ല, അത് നന്നായിട്ട് വരില്ല. അപ്പം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും പറ്റില്ല. കാരണം ഇതിലും നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന വേറെ കൺട്രീസ് ഉണ്ടാവും. ആ കൺട്രീസിന്റെ പ്രോഡക്ട്സ് ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്തായിരിക്കണം? സൂപ്പർ ക്വാളിറ്റിയിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രസ്സസ് ഒന്നിനും കൊള്ളാത്ത ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഒന്നിനും കൊള്ളാത്ത പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ? സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിൽ വെക്കണം. ഓക്കെ, നെക്സ്റ്റ്, contribution of industry to the national economy. Over the last 2 decades, the share of manufacturing sector has stagnated at 17% of GDP out of the total of 27% for the industry, which includes 10% for mining, quarrying, electricity and gas. അപ്പോൾ നമ്മുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. Share of the manufacturing sector has stagnated at 17% of GDP out of a total 27% for the industry, which include 10% for mining, quarrying, electricity and gas. This is much lower in comparison to the East Asian economies where it is 25 to 35%. The trend of growth rate in manufacturing over the last decade has been around 7% per annum. അപ്പം നമ്മുടെ നാഷണൽ എക്കണോമിയിലുള്ള ഒരു വേരിയേഷൻ ആണ് ആ പറഞ്ഞിട്ടുള്ളത്. The desired growth rate over the next decade is 12%. Since 2003, manufacturing is once again growing at the rate of 9 to 10% per annum. 2003 മുതൽ മാനുഫാക്ചറിങ്ങിനൊരു ഗ്രോത്ത് കാണിക്കുകയാണ് at the rate of 9 to 10% per annum. 9 to 10% per annum ആയിട്ട് എന്ത് ചെയ്യാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കുറച്ച് ഗ്രോ ചെയ്യാണ്. With appropriate policy interventions by the government and renewed of efforts by the industry to improve productivity, economists predict that manufacturing can achieve its target over the next decade. നമുക്ക് ഈ നമ്മളൊരു ടാർഗറ്റ് അല്ലെ, കുറച്ചും കൂടി ഗ്രോത്ത് എന്നുള്ള നമ്മുടെ ടാർഗറ്റ് നെക്സ്റ്റ് ഒരു ഡെക്കാഡ് കൊണ്ട്, ഒരു ഡെക്കാഡ് എന്ന് പറഞ്ഞാൽ 10 years ആണ് അല്ലെ, അപ്പൊ നെക്സ്റ്റ് ഒരു ഡെക്കാഡ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കാം. നാഷണൽ മാനുഫാക്ചറിംഗ് കോമ്പറ്റീറ്റീവ്നെസ് കൗൺസിൽ NMCC ഹാസ് ബീൻ സെറ്റപ്പ് വിത്ത് ദിസ് ഒബ്ജക്റ്റീവ്. അപ്പൊ നിങ്ങൾ NMCCന്റെ ഫുൾ ഫോം ഒന്ന് നോക്കുക. നാഷണൽ മാനുഫാക്ചറിംഗ് കോമ്പറ്റീറ്റീവ്നെസ് കൗൺസിൽ. എന്തായിരുന്നു ആ കൗൺസിൽ? NMCCയുടെ ടാർഗറ്റ് എന്താണ്? ഒബ്ജക്റ്റീവ് എന്താണ്? With appropriate policy interventions by the government and renewed efforts by the industry to improve productivity, economists predict that manufacturing can achieve its target over the next decade. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. ഓരോ ഇൻഡസ്ട്രിയും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. ഇൻഡസ്ട്രി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെ ഇൻഡസ്ട്രിയൽ വലിയ വലിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ? ഐ മീൻ വലുത്, സ്മോൾ സ്കെയിൽ അല്ല, ലാർജ് സ്കെയിൽ ഉണ്ടോ?
അപ്പം ഒരു ഇൻഡസ്ട്രി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ, അതിന് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഒരു ഇൻഡസ്ട്രി എവിടെ ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ എവിടെ ലൊക്കേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. സോ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് ആർ കോംപ്ലക്സ് ഇൻ നാച്ചർ. ദീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്തൊക്കെ നോക്കണം? നമ്മളൊരു ഇൻഡസ്ട്രി എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യും. ഞാനിപ്പം കോഴിക്കോട് ടൗണിൽ ഒരു ഇൻഡസ്ട്രി, ഒരു വലിയ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചോ, എന്തൊക്കെ ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് വേണം ഞാൻ ഈ ഒരു ടൗൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അല്ലെ? എനിക്ക് റോ മെറ്റീരിയൽ വേണം. ഞാനിവിടെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? തേയില വലിയ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചോ, റോ മെറ്റീരിയൽ വേണം. ഇവിടെ തേയില കൃഷി വേണം. മനസ്സിലായോ? അതേ സ്ഥാനത്ത് മൂന്നാറിൽ തേയില കൃഷി ഉണ്ട്, അതുകൊണ്ട് മൂന്നാറിൽ തേയില കൃഷി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കോഴിക്കോട് ഒരു തേയില ഫാക്ടറി തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടുന്ന് വേണം റോ മെറ്റീരിയൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? മൂന്നാറിൽ നിന്നും കൊണ്ടുവരണം, അല്ലെ? മൂന്നാറിൽ നിന്നും തേയില കൊണ്ടുവരണം ഇങ്ങോട്ടേക്ക് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ത് നഷ്ടമാണ്, അല്ലെ? ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ഞാൻ ഇതിന് വേണ്ട ലാർജ് ആയിട്ട് കുറെ പെട്രോളൊക്കെ കത്തിച്ചിട്ട് എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽ അവിടെ നിന്ന് ഇത്രയും ദൂരെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കേണ്ടത്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. ഇവിടെ ഏത് റോ മെറ്റീരിയൽ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ റോ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഇൻഡസ്ട്രി വേണം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ദൂരെയുള്ള സ്ഥലത്ത് റോ മെറ്റീരിയൽ ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റോ മെറ്റീരിയൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്ക് എന്താണ്? ചെലവാണ്. സോ ആ രീതിയിൽ വേണം നിങ്ങൾ നോക്കി കാണാൻ വേണ്ടിയിട്ട്. സോ industrial locations are complex in nature. These are influenced by availability of raw material, labor, അല്ലെ? പണിയെടുക്കാൻ ആൾക്കാരുണ്ടോ നോക്കണം. ആൻഡ് ക്യാപിറ്റൽ, പൈസ വേണം, അല്ലെ? പൈസ എത്ര ഉണ്ടെന്ന് നോക്കണം. പവർ ആൻഡ് മാർക്കറ്റ്, അല്ലെ? ഞാനിവിടെ അമേരിക്കയിലുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം, അമേരിക്കയിലുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് വല്ല ലാഭം ഉണ്ടാവോ? ഇല്ല, അല്ലെ? മാർക്കറ്റ് വേണം, അല്ലെ? മാർക്കറ്റ് വേണം. ഞാനൊരു സാധനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല്, ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഇവിടെ സെയിൽ ആവുന്ന ഉറപ്പുള്ള സാധനം വേണം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ്? നഷ്ടമാണ്. മനസ്സിലായോ? അത് ഇവിടെ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവിടെ ഒരു സംഭവം തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. സോ industrial locations are complex in nature. These are influenced by availability of raw material, labor, capital, power and market, etc. It is rarely possible to find all these factors available at one place. അപ്പം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടണം എന്നുള്ളത്, അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ലേബർ വേണം, ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ വേണം, അതുപോലെ എല്ലാം നല്ലൊരു മാർക്കറ്റ് വേണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ തപ്പിപ്പിടിച്ചാണ് നമ്മളൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So consequently, manufacturing activity tends to locate at the most appropriate place where all the factors of industrial locations are either available or can be arranged at lower cost. അപ്പം അങ്ങനെ എല്ലാം കൂടെ നടക്കുന്ന സ്ഥലത്ത് വേണം നമ്മളൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഒത്തുവരുന്ന സ്ഥലം, അല്ലെ? ഞാനിപ്പം തൊഴിലാളികളെ വെക്കുന്നു, ഞാൻ ആൾക്കാരെ പണിക്ക് നിൽക്കുന്നു. അപ്പം ഇവിടുത്തെ ഒരാൾക്കാരുടെ കൂലി എന്ന് പറയുന്നത് ഒരു ദിവസം അവർക്ക് 10,000 രൂപയാണ് ഇവിടെ അവരുടെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസത്തേക്ക്. അപ്പം എന്ത് ചെയ്യാം? ഞാനെന്താ ആസ് എൻ ഒരു എന്റർപ്രൈൻ ചെയ്യുന്ന ഒരു ഓണർ ആണെന്നുള്ള നിലയിൽ ഞാൻ എന്താ നോക്കേണ്ടത്? ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് ആർക്ക് ജോലി കൊടുക്കാം. പക്ഷെ തൊഴിലിന് വരുന്ന ആൾക്കാരോ, ലേബർ എന്തായിരിക്കും ചിന്തിക്കുക? ഏറ്റവും കൂടിയ പൈസ എവിടെയാണോ കിട്ടുന്നത് അവിടെ ജോലിക്ക് പോകാം. സോ ഇതൊക്കെ ഒരു ഡിമാൻഡിങ് ആണ്, അല്ലെ? നമ്മളൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോ കോസ്റ്റിൽ, അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പത്തില് എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിൽ ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മളെ സാറ്റിസ്ഫൈങ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലോ കോസ്റ്റില് ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയാണോ അവിടെയാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക? ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായോ പറഞ്ഞേ? സോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ടെൻസ് ടു ലൊക്കേറ്റ് അറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്, അല്ലെ? ഏറ്റവും ഇത്രയും കാര്യങ്ങളൊക്കെ ഒത്തു കിട്ടുന്ന, അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാ?
അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ലേബർ, ക്യാപിറ്റൽ, പവർ ആൻഡ് മാർക്കറ്റ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ് where all the factors of industrial locations are either available or can be arranged at lower cost. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നിൽ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പൈസയ്ക്ക് ഈ ഒരു കാര്യമൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സ്ഥലം നോക്കിയിട്ട് വേണം നമ്മൾ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, after an industrial activity starts, urbanization follows. Sometimes industries are located in or near the cities. മിക്കവാറും ഇൻഡസ്ട്രീസ് ഒക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെ സിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റിക്ക് അടുത്ത പ്രദേശത്തായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. റീസൺ എന്താണ്? സിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, കുറെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലെ, ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ ദിവസം ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന സ്ഥലമാണ് സിറ്റി. അതേ സ്ഥാനത്ത് ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു മൂലയ്ക്ക് പോയിട്ട് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിംഗ് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ആൾക്കാർ ഇടപഴകുന്ന രീതിയിൽ മാർക്കറ്റിംഗ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ industrialization and urbanization go hand in hand. Cities provide markets and also provide services. സിറ്റീസിലാണെങ്കിൽ എന്തൊക്കെ തരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് നല്ലതാണ്? മാർക്കറ്റ് കിട്ടും, ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, ലേബർ, കൺസൾട്ടൻസ് ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു സിറ്റിയിലാണ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് കിട്ടും, ബാങ്കിങ് ഉണ്ട്, ഇൻഷുറൻസ് കിട്ടും, ട്രാൻസ്പോർട്ട് എളുപ്പമാണ് അല്ലെ. സിറ്റീസിൽ ട്രാൻസ്പോർട്ട് എളുപ്പമാണ്. നല്ല റോഡൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്തായിരിക്കും? അപ്പൊ ട്രാൻസ്പോർട്ട്, ലേബർ, കൺസൾട്ടൻസ് ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസ് എക്സെട്ര ടു ദി ഇൻഡസ്ട്രി. Many industries tend to come together to make use of the advantages offered by the urban centers known as agglomeration economies. അപ്പൊ നിങ്ങൾ ഈ വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക, അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ഇൻഡസ്ട്രീസ് ടെൻഡ് ടു കം ടുഗദർ ടു മേക്ക് യൂസ് ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫേർഡ് ബൈ ദി അർബൻ സെന്റേഴ്സ്. അപ്പം ഒരുപാട് ഇൻഡസ്ട്രീസ് ഒരുമിച്ച് വന്നിട്ട് മെനി ഇൻഡസ്ട്രീസ് ടെൻഡ് ടു കം ടുഗദർ അല്ലെ, കുറെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുക, ഒരുമിച്ചൊരു ധാരണയിൽ എത്തിയിട്ട് ഒരു അർബൻ ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നതിനാണ്, അവിടുത്തെ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെ എടുക്കുന്നതിനാണ് അഗ്ലോമറേഷൻ എക്കണോമീസ് എന്ന് പറയുന്നത്. അഗ്ലോമറേഷൻ എക്കണോമീസ്. Gradually, a large industrial agglomeration takes place. In the pre-independence period, most manufacturing units were located in places from the point of view of overseas trade. Overseas trade ഉള്ള സ്ഥലങ്ങളിലായിരുന്നു pre-independence period അല്ലെ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് ട്രേഡുകൾ നടന്നിട്ടുണ്ട് അല്ലെ. എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് എന്തിനു വേണ്ടി വന്നായിരുന്നു? കച്ചവട ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു അല്ലെ. പിന്നീട് അവരെന്ത് ചെയ്യാ ചെയ്യുന്നത്? കോളനി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം കച്ചവടത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓവർസീസ് ട്രേഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മുംബൈ ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ അല്ലെ. മുംബൈ എന്ന് പറയുമ്പോൾ എവിടേക്കാണ്? ഈ ഒരു ഇത് നോർത്താണ്, ഈസ്റ്റ് ആണ്, വെസ്റ്റ് ആണ്, സൗത്ത് ആണ്. അപ്പം വെസ്റ്റ് ഭാഗത്തായിട്ടുള്ള ഇവിടെയാണ് മുംബൈ ഉണ്ടാവുക അല്ലെ. വെസ്റ്റിൽ മുംബൈ ഉണ്ട്, ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത ഉണ്ട്, ആൻഡ് സൗത്തിലാണെന്നുണ്ടെങ്കിൽ ചെന്നൈ ഉണ്ട്. അപ്പം ഇത്രയും സ്ഥലം അല്ലെ നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ അല്ലെ. ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും ഒക്കെയുള്ള ഈ ഒരു ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇനി നോർത്തിലാണെങ്കിലും അല്ലെ ഡൽഹിയിലൊക്കെയാണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത് അല്ലെ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എക്സെട്ര ഇത്രയും സ്ഥലങ്ങളാണ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡില് മാനുഫാക്ചറിങ് ലൊക്കേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ ആയിട്ട് ആക്ട് ചെയ്തത്. Consequently, there emerged certain pockets of industrially developed urban centers surrounded by a huge agricultural rural hinterland. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ചേഞ്ചസ്. ഓക്കെ, സോ ഇൻഡസ്ട്രി മാർക്കറ്റ് ലിങ്കേജ് ആണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇൻപുട്ട് ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? നമുക്കൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് എന്നുള്ള രീതിയിൽ റോ മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ അതിന്റെ കോമ്പണൻസ് പാർട്ട് വേണം. പിന്നെ നമുക്ക് ലാൻഡ് വേണം അല്ലെ, ഒരു സ്ഥലം വേണം അല്ലെ. നമ്മൾ ലാൻഡ് ചൂസ് ചെയ്യണം, ലൊക്കേഷന് വേണ്ടിയിട്ട് ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, എന്റർപ്രണർ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം.
ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അപ്പം ലാൻഡ് വേണം, ലേബർ, ഈ പേരുകൾ നിങ്ങൾ ഓർത്തോളെ. ലാൻഡ് വേണം, ലേബർ അല്ലെ, പണിക്ക് ആൾക്കാർ വേണം, ക്യാപിറ്റൽ പൈസ വേണം, എന്റർപ്രണർ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാതെ ചുമ്മാ എനിക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സോ അപ്പൊ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള സാധനങ്ങള് റോ മെറ്റീരിയൽ വേണം, ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, എന്റർപ്രണർ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. സോ ഇത്രയും കാര്യങ്ങള് നമുക്ക് വേണം. ഇനി ഇത്രയും സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ട്രാൻസ്പോർട്ട് വേണം അല്ലെ. ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എവിടേക്ക് പോകണം? ഫാക്ടറിയിലേക്ക് പോകണം അല്ലെ. നമ്മൾ ഈ സാധനത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഫാക്ടറിയിൽ പോകും. ഫാക്ടറിയിൽ നിന്നും എന്തുണ്ടാക്കും? പ്രോഡക്ട്സ് ഉണ്ടാക്കും. ഓക്കെ, പ്രോഡക്ട്സ് ഉണ്ടാക്കും ഫാക്ടറിയിൽ നിന്നും. ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകണം? മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണം. ഈ നമ്മൾ ഇത്രയും പൈസ ഇവിടെ നിന്നൊക്കെ മുടക്കിയല്ലേ, ഇവിടെയൊക്കെ ലേബറിനും ലാൻഡിനൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മുടക്കി ശരിയാക്കിയ കാര്യം മാർക്കറ്റിൽ എത്തുന്ന സമയത്താണത് മണിയായിട്ട് വരുന്നത്. ഓക്കെ, മാർക്കറ്റിൽ എത്തുന്ന സമയത്താണ് മണിയായിട്ട് മാറുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോ മാർക്കറ്റിൽ വേണം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. The key to decision of the factory location is the least cost. അപ്പൊ നമ്മള് ഫാക്ടറി ലൊക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ലീസ്റ്റ് കോസ്റ്റ് വേണം പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗവൺമെന്റ് പോളിസീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ലേബർ ഓൾസോ ഇൻഫ്ലുവൻസ് ദി ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. അപ്പം സ്പെഷ്യലൈസ്ഡ് ലേബർ ഉള്ള സ്ഥലത്താണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് സൈറ്റ്. എല്ലാം സൈറ്റിൽ കിട്ടുന്നതാണെങ്കിൽ അത്രയും ഗുണം. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് സൈറ്റ്, ഡിസിഷൻ ടു ലൊക്കേറ്റ് ഫാക്ടറി അറ്റ് സൈറ്റ്, കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് റോ മെറ്റീരിയൽ അറ്റ് സൈറ്റ്. അപ്പൊ റോ മെറ്റീരിയലും ലേബറും എല്ലാം നമുക്ക് ഫാക്ടറീസ് ഒക്കെ നമുക്ക് എന്താണ് വലിയ ചെലവൊന്നും ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ പഠിച്ചത്? നമ്മൾ ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ പഠിച്ചത്. ഇൻഡസ്ട്രീസിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ട്, ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലെ. എന്നിട്ട് നമ്മൾ കുറെ ഇൻഡസ്ട്രീനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇൻഡസ്ട്രി എന്താണ്, എങ്ങനെയാണ്, മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു അല്ലെ. മാനുഫാക്ചറിങ്, റോ മെറ്റീരിയൽ എന്താന്ന് പഠിച്ചു. റോ മെറ്റീരിയൽ എന്താന്ന് പഠിച്ചു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ ഒക്കെ പഠിച്ചു. കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ പഠിച്ചു അല്ലെ. ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ എവിടെയാണ്? നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം അല്ലെ. എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആവുന്ന ഈവൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ഇൻഡസ്ട്രീസും അതിന്റെ എക്സാമ്പിൾസും അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.